ഇന്നാണ് ആ ദിവസം. അല്ലല്ല, ഇന്നലെയായിരുന്നു ആ ദിവസം. ഇന്നലെ എന്റെ പിറന്നാളായിരുന്നു. അതിന് എനിക്ക് കിട്ടിയ പുത്തൻ ഡ്രസ്സാണിത്. ഇതെന്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാണ്. അങ്ങനെ അതിട്ടിട്ട് കണ്ണാടിയില് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഒന്ന് നോക്കുമ്പോ കിട്ടണ ഒരു രസം. ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് പോണത് അമ്പലത്തിലേക്കാണ്. അവിടെ ഗണപതി ഹോമമുണ്ട്. അതൊന്ന് പങ്കെടുക്കണം. ഇപ്പൊ സമയം 5:30. നമ്മൾ ഓട്ടോവിനാണ് പോയത്. അമ്മയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയപ്പോൾ ഏകദേശമൊക്കെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും പോയിരുന്ന് പ്രാർത്ഥിച്ച്. ഈ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു പ്രസാദം കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. അവലും തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് വിളയിച്ചത്. കൂട്ടത്തില് ചാത്തൻ സ്വാമി എനിക്കൊരു ഡയറി മിൽക്കും തന്ന്. നമുക്ക് അമ്പലങ്ങളിൽ പോകുമ്പോഴേ അവിടുന്ന് ഒരു കുഞ്ഞു മിഠായി കിട്ടിയാലും അതൊരു സന്തോഷമല്ലേ? അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ ഹസ്ബൻഡ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി പോയത് തൃക്കാക്കര വാമനമൂർത്തിയുടെ ഒരു അമ്പലത്തിലേക്കാണ്. ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോഴേ ഇന്ന് ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്യബദ്ധം. വേറൊന്നുമല്ല, നമ്മൾ ചെരുപ്പ് അഴിച്ചിടുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി. അധികം മുന്നോട്ടൊന്നും പോയില്ല. കുറച്ച് പോയപ്പോൾ തന്നെ എനിക്ക് ബോധം തിരിച്ചു വന്ന്. ഞാൻ അവിടെ തന്നെ അഴിച്ചിട്ട്. അപ്പൊ അടുത്തൊരു പൂജാ ഷോപ്പിൽ നിന്ന് ആരോ വിളിച്ചിട്ട് നല്ല ചീത്ത. എങ്ങോട്ടാണ് ചെരുപ്പിട്ട് പോണത്? ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് പൊയ്ക്കൂടെ? ബോധമില്ലേ? അത് കേട്ട പാടെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ പുള്ളിക്ക് അറിയില്ലല്ലോ ഇന്ന് എന്റെ പിറന്നാളാണെന്ന്. പിന്നെ അവിടുന്ന് പാൽപായസമൊക്കെ കഴിപ്പിച്ച് അത് കിട്ടി അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് നമ്മൾ പോയത് കുഴിക്കാട് ദേവീക്ഷേത്രത്തിലേക്കാണ്. അവിടെ എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയുടെ ചോറൂണുണ്ടായിരുന്നു. അവിടെ പോയി വാവേനെ കണ്ട് ചോറ് കൊടുത്ത് കളിപ്പിച്ച് അങ്ങനെ എന്റെ സങ്കടങ്ങളെല്ലാം മാറി. ഇത് കണ്ടാല് മാറാത്ത സങ്കടങ്ങൾ ഉണ്ടോ അല്ലേ? കൂട്ടത്തില് ആദ്യം പോയ അമ്പലത്തിൽ നിന്ന് ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഡയറി മിൽക്കും, രണ്ടാമത്തെ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം, മൂന്നാമത്തെ അമ്പലത്തിൽ നിന്ന് അറിയണ തിരുമേനി ആയതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ പാൽപ്പായസവും ഗണപതി ഹോമത്തിന്റെ പ്രസാദവും. പിന്നെ ഇന്നത്തേക്ക് എനിക്കിത് പോരെ.